എല്ലാവരും പേജ് നമ്പർ 146 എടുക്കുക. 146 ടേബിൾ 6.1 സബ് ഫൈലം വെർട്ടിബ്രേറ്റ്യുടെ ആ വർഗീകരണമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഒന്ന് പീസസ് എന്ന് പറഞ്ഞുള്ളവയെ കണ്ടു. അവ ചിറകുള്ള ജീവികളാണ്. അവയിൽ രണ്ട് സബ് ക്ലാസ്സുകളായിട്ടാണ് അവയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കോൺട്രിറ്റിക്സും അതുപോലെ തന്നെ ഓസ്റ്റിറ്റിക്സും, അതായത് തരുണാസ്ഥിയുള്ള മത്സ്യവും അസ്ഥി മത്സ്യവും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ലെസണിൽ കാണാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെട്രാപോഡ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാലുകൾ ഉള്ള ജീവജാലങ്ങളെക്കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ടെട്രാപോഡയിൽ എത്ര ജീവജാലങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അവയുടെ വർഗീകരണത്തിൽ 4 ജീവജാലങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ആംഫിബിയ, രണ്ടാമത് റെപ്റ്റിലിയ, മൂന്നാമത് ഏവസ്, നാലാമത് മമേലിയ. ഇങ്ങനെയാണ് 4 ജീവജാലങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 ജീവജാലങ്ങളിൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത്, അതായത് നമ്മൾ മനസ്സിലാക്കുക ആംഫിബിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ജലത്തിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: വേർ ഡു ആംഫിബിയ കംപ്ലീറ്റ് ദെയർ ലൈഫ് സർക്കിൾ? എവിടെയാണ് ആംഫിബിയ അവയുടെ ജീവിതചക്രം പൂർത്തീകരിക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് ആംഫിബിയ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം: ആംഫിബിയ കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് ആംഫിബിയ അവയുടെ ജീവിതചക്രം എവിടെയെല്ലാമാണ്? ലാൻഡിലും, അതായത് നമ്മളുടെ കരയിലും വെള്ളത്തിലുമായിട്ടാണ് അവയുടെ ജീവിതചക്രം പൂർത്തീകരിക്കുന്നത്. ഇനി 68ാമത്തെ ചോദ്യം: വാട്ട് കൈൻഡ് ഓഫ് സ്കിൻ ആംഫിബിയ ഹാസ്? ഏത് തരത്തിലുള്ള സ്കിന്നുകളാണ് ആംഫിബിയയ്ക്ക് ഉള്ളത്? ആംഫിബിയ ഹാസ് മോയിസ്റ്റ് ആൻഡ് സ്ലിമ്മി സ്കിൻ. അതായത് ആംഫിബിയയുടെ സ്കിന്നുകൾ എങ്ങനെയുള്ളവയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈർപ്പമുള്ളതും വഴുവഴുത്തതുമായ ത്വക്കാണ് ആംഫിബിയയ്ക്കുള്ളത്. ഓക്കെ, അപ്പോൾ മോയിസ്റ്റ് അതായത് ഈർപ്പമുള്ളതും, സ്ലിമ്മി വഴുവഴുത്ത അതായത് തൊടുമ്പ് തെന്നി തെന്നി പോകുന്ന രീതിയിലുള്ളതാണ്, അതാണ് സ്ലിമ്മി സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 69ാമത്തെ ചോദ്യം: വാട്ട് വേ ആംഫിബിയ റീപ്രൊഡ്യൂസ്? ഏത് രീതിയിലാണ് ആംഫിബിയസ് അല്ലെങ്കിൽ ഉഭയജീവികൾ, അതായത് ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ റീപ്രൊഡ്യൂസ് അതായത് പ്രത്യുൽപാദനം നടത്തുന്നത്? ഏത് രീതിയിലാണ് ഈ ജീവികൾ പ്രത്യുൽപാദനം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവയുടെ പ്രത്യുൽപാദനം എങ്ങനെയാണ് നടത്തുന്നത്? ആംഫിബിയൻസ് ലേസ് എഗ് ഫോർ റീപ്രൊഡക്ഷൻ. അവ എന്ത് ചെയ്യുന്നു? മുട്ടയിടുന്നു. എന്തിനു വേണ്ടിയിട്ട്? റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 70ാമത്തെ ചോദ്യമാണ്: വാട്ട് കൈൻഡ് ഓഫ് റെസിപ്റ്ററി ഓർഗൻസ് ആംഫിബിയ ഹാസ്? ഏത് തരത്തിലുള്ള ശ്വാസോച്ഛ്വാസ അവയവങ്ങളാണ് ആംഫിബിയയ്ക്കുള്ളത്? അല്ലെങ്കിൽ ആംഫിബിയ ശ്വാസോച്ഛ്വാസം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ശ്വസനാവയവം ഏത് തരത്തിലുള്ളതാണ് ആംഫിബിയയുടെ ശ്വസനാവയവങ്ങൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും റെസിപ്റ്ററി ഓർഗൻസ് ഓഫ് ആംഫിബിയ ആർ ദെയർ സ്കിൻ, ഗിൽസ് ആൻഡ് ലങ്സ്. അതായത് ഈ ആംഫിബിയയുടെ, അതായത് ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവജാലങ്ങളുടെ റെസിപ്റ്ററി ഓർഗൻസ് അതായത് ശ്വസന അവയവങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ സ്കിൻ അതായത് ത്വക്ക്, അതുപോലെ തന്നെ ഗിൽസ് അതായത് അവയുടെ ചെകിള, അതുപോലെ തന്നെ ലങ്സ് അതായത് അവയുടെ ശ്വാസകോശം. ഇവയെല്ലാമാണ് ആംഫിബിയയുടെ എന്ന് പറയുന്നത് അവയുടെ ശ്വസനാവയവങ്ങൾ ആണ് ശ്വസനാവയവങ്ങൾ എന്ന് പറയുന്നത്. ഇനി 71ാമത്തെ ചോദ്യം: ഹൗ മെനി ഹാർട്ട് ചേംബേഴ്സ് ആംഫിബിയ ഹാസ്? അതായത് ഈ ആംഫിബിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് എത്ര ഹൃദയത്തിന് അറകളുണ്ട്? അല്ലെങ്കിൽ എത്ര അറകളുള്ളവയാണ് അവയുടെ ഹൃദയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിൻ്റെ? ആംഫിബിയയുടെ ആ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ആംഫിബിയ ഹാസ് 3 ഹാർട്ട് ചേംബേഴ്സ്. അതായത് ആംഫിബിയയ്ക്ക് 3 ഹൃദയത്തിൻ്റെ അറകളാണുള്ളത്. 2 ആർട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ. അതായത് ഇവിടെ 2 വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആർട്രിയ എന്നും രണ്ടാമത്തേത് വെൻട്രിക്കിൾ എന്നും. അപ്പം നമ്മളൊന്ന് നോക്കുക. വാട്ട് ഈസ് ആർട്രിയ? ദ ആർട്രിയം ഈസ് വൺ ഓഫ് ദ 2 അപ്പർ ചേംബേഴ്സ് in the heart that receive blood from the circulatory system. അതായത് ആർട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന 2 ചേംബറുകളെ അല്ലെങ്കിൽ 2 അറകളെയാണ് പറയുന്നത്. അത് നമ്മളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ബ്ലഡ് എത്തിച്ചേരുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു വാക്കുകൂടി അവിടെ പഠിച്ചു, വെൻട്രിക്കിൾ എന്ന്. അപ്പോൾ നമ്മൾ നോക്കുക, വാട്ട് ഈസ് വെൻട്രിക്കിൾ? വെൻട്രിക്കിൾ എന്ന് ചോദിച്ചാൽ എ വെൻട്രിക്കിൾ ഈസ് വൺ ഓഫ് ദ 2 ലാർജ് ചേംബേഴ്സ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് ദാറ്റ് കളക്ട് ആൻഡ് എക്സ്പെൽ ബ്ലഡ് ടുവേർഡ്സ് ദ പെരിഫറൽ ബെഡ്സ് വിത്തിൻ ദ ബോഡി ആൻഡ് ലങ്സ്. അതായത് ഈ വെൻട്രിക്കിൾ എന്ന് പറയുന്നത്
ഹൃദയത്തിൻ്റെ താഴെ ഭാഗത്തുള്ള ഒരു അറയാണ്. അവ ബ്ലഡിനെ സ്വീകരിച്ചിട്ട് ലെൻസിലേക്കും മറ്റും ആ ബ്ലഡിനെ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ബ്ലഡ് പമ്പ്ഡ് ബൈ ദ വെൻട്രിക്കിൾ ഈ സപ്ലൈഡ് ബൈ ദ ആർട്രിയം. അതായത് ഈ ബ്ലഡ്, അതായത് വെൻട്രിക്കിളിൽ നിന്നും എത്തുന്ന ബ്ലഡാണ് ആർട്രിയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊരു ജനറൽ നോളജായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് അംഫിഫിയ, അതായത് ഉഭയകോശ ജീവികൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അംഫിഫിയ ഉഭയജീവികൾ, അതായത് ജലത്തിലും കരയിലും ജീവിക്കുന്ന ഈ ജീവജാലങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് പഠിച്ചു പോകാം. അംഫിഫിയ കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അംഫിഫിയ അല്ലെങ്കിൽ ജലത്തിലും കരയിലും ജീവിക്കുന്ന ഉഭയജീവികൾ അവയുടെ ജീവിതചക്രം പൂർത്തീകരിക്കുന്നത് കരയിലും വെള്ളത്തിലുമായിട്ടാണ്. ഓക്കെ, അംഫിഫിയ ഹാസ് മോയ്സ്റ്റ് ആൻഡ് സ്ലിമ്മി സ്കിൻ. അംഫിഫിയ എന്ന് പറയുന്ന ഈ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് വഴുവഴുത്തതും അതുപോലെ തന്നെ നനവുള്ളതുമായിട്ട് അല്ലെങ്കിൽ ഈർപ്പമുള്ളതുമായ സ്കിൻ അല്ലെങ്കിൽ തൊലിയാണ് ഉള്ളത്. അടുത്തതായിട്ട് അംഫിഫിയ ലേ എഗ്സ് ഫോർ റീപ്രൊഡക്ഷൻ. അംഫിഫിയ എന്ത് ചെയ്യുന്നു? ഉഭയജീവികൾ എന്ത് ചെയ്യുന്നു? മുട്ടയിട്ടാണ് അവ പ്രത്യുൽപാദനം നടക്കുന്നത്. റെസിപ്റ്ററി ഓർഗൻസ് ഓഫ് അംഫിഫിയ ആർ ദെയർ സ്കിൻ, ഗിൽസ് ആൻഡ് ലങ്സ്. അതായത് ശ്വസനാവയവങ്ങൾ, അംഫിഫിയയുടെ ശ്വസനാവയവങ്ങൾ എന്ന് പറയുന്നത് സ്കിൻ അല്ലെങ്കിൽ തൊലി, ഗിൽ എന്ന് വെച്ചാൽ ചെകിള, ആൻഡ് ലങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശം ഇവയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അംഫിഫിയ ഹാസ് 3 ഹാർട്ട് ചേമ്പേഴ്സ്. അംഫിഫിയയ്ക്ക് 3 ഹൃദയത്തിന് അറകളാണുള്ളത്. 2 ആർട്ടറിയയും ഒരു വെൻട്രിക്കിളുമായിട്ട് 3 അറകളാണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഒന്നോട് പോവുക. ടേബിൾ 6.1 തന്നെ ക്ലാസിഫിക്കേഷനോ നമ്മൾ കാണുന്നുണ്ട്. ആ ചിത്രം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ടെട്രാപോഡൽ അല്ലെങ്കിൽ കാലുകളുള്ള ജീവജാലങ്ങളിൽ അടുത്തതായിട്ട് നമ്മൾ കാണപ്പെടുന്നത് റെപ്റ്റീലിയ അല്ലെങ്കിൽ ഉരകങ്ങൾ എന്ന് പറയുന്ന ജീവജാലങ്ങളെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെപ്റ്റീലിയ അല്ലെങ്കിൽ ഉരകങ്ങളെക്കുറിച്ചാണ്. പേജ് നമ്പർ 146. ആ പുസ്തകം നിങ്ങൾ ആ പേജ് എടുത്ത് വെച്ചിട്ട് വേണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, 75ാമത്തെ ചോദ്യം. വാട്ട് കൈൻഡ് ഓഫ് ബോഡി സ്ട്രക്ചർ റെപ്റ്റീലിയ അല്ലെങ്കിൽ റിപ്റ്റൈൽസ് ഹാസ്. അതായത് ഏത് തരത്തിലുള്ള ശരീരം അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചറാണ് അവയുടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബോഡിയുടെ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഘടനയാണ് അവയ്ക്കുള്ളത്. റെപ്റ്റൈൽസ് ഹാസ് ഡ്രൈ സ്കിൻ, സ്കാൾസ് ആർ ദെയർ ഇൻ ദ ബോഡി, നെയിൽസ് ഓൺ ദ ഡിജിറ്റ്സ്. അതായത് എക്സെപ്റ്റ് സ്നേക്സ്. അതായത് ഉരകങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരണ്ടതും ഉണങ്ങിയതുമായിട്ടുള്ള സ്കിൻ ആയിരിക്കും ഉള്ളത്. ചില ഉരകങ്ങൾക്ക് എന്താണ് ഉണ്ടാകുന്നത്? അവയുടെ ശരീരത്തിൽ സ്കെയിൽസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ചിതമ്പലുകൾ ഉണ്ടായിരിക്കാം. അതേർ ബോഡി ആൻഡ് നെയിൽസ് ഓൺ ഡിജിറ്റ്സ്. അവയുടെ കാലുകളിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്? നഖങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ പാമ്പ് എന്ന് പറയുന്ന ഉരകത്തിന് മാത്രം അത് കാണുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാത്തിനും അത് ഉണ്ടായിരിക്കും. ഇനി 76ാമത്തെ ചോദ്യം. വിച്ച് റെപ്റ്റീലിയ ഡസ് നോട്ട് ഹാവ് നെയിൽസ് ഓൺ ഡിജിറ്റ്സ്. ഏത് റെപ്റ്റീലിയയ്ക്കാണ് ഈ നെയിൽസ് അവയുടെ വിരലുകളിൽ ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരുന്നത്. സ്നേക്സ് ഡോണ്ട് ഹാവ് നെയിൽസ് ഓൺ ദെയർ ഡിജിറ്റ്സ്. അതായത് സ്നേക്ക് വർഗത്തിൽപ്പെട്ട, അതായത് പാമ്പ് വർഗത്തിൽപ്പെട്ട റെപ്റ്റീലിയയ്ക്ക് മാത്രം എന്തില്ല? അവയ്ക്ക് നെയിലുകൾ അല്ലെങ്കിൽ നഖങ്ങൾ ഇല്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി 77ാമത്തെ ചോദ്യം. വാട്ട് കൈൻഡ് ഓഫ് റെസിപ്റ്ററി ഓർഗൻസ് റെപ്റ്റീലിയ ഹാസ്. അതായത് ഏത് തരത്തിലുള്ള റെസിപ്റ്ററി ശ്വസന അവയവങ്ങളാണ് റെപ്റ്റീലിയയ്ക്ക് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് റെപ്റ്റൈൽസിന് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെപ്റ്റൈൽസിൻ്റെ ശ്വസനാവയവങ്ങൾ ഏതാണ്? റെപ്റ്റൈലെ ഹാവ് ലങ്സ് ആസ് ദെയർ റെസിപ്റ്ററി ഓർഗൻസ്. അവയുടെ ലെൻസിനെയാണ് അവയുടെ റെസിപ്റ്ററി ഓർഗൻസ് ആയിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസ ജീവികളായിട്ട് കാണപ്പെടുന്നത്. ദേ ബ്രീത്ത് എയർ ത്രൂ ദെയർ ലങ്സ്. അവയുടെ എന്താണ് പറയുന്നത് ലെൻസിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്കാണ് വായു എടുക്കുന്നത്. വിച്ച് ഹാവ് എ ലാർജ് സർഫേസ് ഏരിയ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. ഈ ഗ്യാസ് ഇതിന് എന്താണ് പ്രത്യേകത? ശ്വാസകോശത്തിന് ഒരു വലിയ സർഫേസ് ഏരിയ ഉണ്ട്, അതിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഈ റെപ്റ്റീലിയയുടെ ശ്വസന അവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അവയുടെ ശ്വസനാവയവം എന്താണ്? അവയുടെ ശ്വാസകോശമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 78. ഹൗ മെനി ഹാർട്ട് ചേമ്പേഴ്സ് റെപ്റ്റീലിയ ഹാസ്. ഹൃദയത്തിന് എത്ര അറയുണ്ട്? ഈ റെപ്റ്റീലിയയുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മെജോറിറ്റി ഓഫ് ദ റെപ്റ്റൈൽസ് ഹാവ് എ 3 ചേമ്പേർഡ് ഹാർട്ട്. അതായത് മിക്കവാറും എല്ലാ റെപ്റ്റൈൽസിനും 3 അറകളുള്ള ഹൃദയമാണുള്ളത്. കൺസിസ്റ്റിംഗ് ഓഫ് 2 ആർട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ. അതെങ്ങനെയാണ്? 2 ആർട്രിയയും ഒരു വെൻട്രിക്കിളോടും കൂടിയതാണ്. ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്. ക്രൊക്കഡൈൽ ഇൻക്ലൂഡിംഗ് ക്രൊക്കഡൈൽസ്, അലിഗേറ്റേഴ്സ് ആൻഡ് ഗാവിലിയൽസ് ഹാവ് 4 ചേമ്പേർഡ് ഹാർട്ട് ലൈക്ക് ആവ്സ് ആൻഡ് മാമൽസ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഏവസിനെ പോലെ, അതായത് പക്ഷികളെ പോലെയും ശരീരം മുഴുവൻ രോമമുള്ളതും പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതുമായിട്ടുള്ള ജീവജാലങ്ങളെ പോലെ എന്താണ് ക്രൊക്കഡൈൽസിനും അതുപോലെ അലിഗേറ്റേഴ്സിനും ഗാവിൽസിനും എന്താണുള്ളത്? 4 അറകളുള്ള ഹൃദയമാണുള്ളത്. ബാക്കി എല്ലാ റെപ്റ്റൈൽസിനും ഉള്ളത് 3 അറകളാണ് അവയുടെ ഹൃദയത്തിന് ഉള്ളത്. ഓക്കെ, അടുത്തതായിട്ട് വാട്ട് ഈസ് ദ റിപ്രൊഡക്റ്റീവ് മെത്തേഡ് ഓഫ് റെപ്റ്റീലിയ. റെപ്റ്റീലിയയുടെ റിപ്രൊഡക്റ്റീവ്
അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അവയുടെ പ്രജനന രീതി അല്ലെങ്കിൽ അവയുടെ പുതിയ തലമുറയെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ഓക്കെ, അത് നമുക്കറിയാം. റിപ്റ്റൈൽസ് റീപ്രൊഡ്യൂസ് പ്രൈമർലി ത്രൂ സെക്സ്വൽ റീപ്രൊഡക്ഷൻ. അതായത് റിപ്റ്റൈൽസ് എന്താണ് ചെയ്യുന്നത്? സെക്സ്വൽ റീപ്രൊഡക്ഷനിലൂടെയാണ് അവ പ്രത്യുൽപാദന പ്രജനനം നടത്തുന്നത് വിത്ത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. പക്ഷേ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ അവയുടെ അതായത് ഫീമെയിലിൻ്റെ ശരീരത്തിനകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. മീനിങ് ദ മെയിൽ ട്രാൻസ്ഫേഴ്സ് സ്പേം ഇൻസൈഡ് ദ ഫീമെയിൽസ് ബോഡി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മെയിൽ അതായത് പുരുഷൻ സ്പേമിനെ പുരുഷമായിട്ടുള്ള റെപ്റ്റൈൽ ഫീമെയിൽ ആയിട്ടുള്ള ആ റെപ്റ്റൈലിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? അവയുടെ സ്പേം വിടുന്നു. വേർ ദ ഫെർട്ടിലൈസേഷൻ ഒക്വേഴ്സ്, അവിടെയാണ് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ലേ എഗ് വിത്ത് എ ഹാർഡ് ഷെൽ. അവ എന്നിട്ട് എന്താ ചെയ്യുന്നത്? കട്ടിയുള്ള കവചത്തോടു കൂടി മുട്ടയിടുന്നു. മേക്കിംഗ് ദം ഒവിപ്രസ്. അതിനെ എന്ത് ചെയ്യുന്നു? അതിനുശേഷം അവയെ അടയിരുന്ന് വിരിയിക്കുന്നു. ഓക്കെ, ഇനി 80ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് റെപ്റ്റീലിയ, അല്ലെങ്കിൽ എന്താണ് ഈ റെപ്റ്റീലിയയുടെ പ്രത്യേകതകൾ? ഒന്ന്, റെപ്റ്റീലിയ ഹാസ് ഡ്രൈ സ്കിൻ. റെപ്റ്റീലിയയ്ക്ക് ഡ്രൈ സ്കിന്നാണുള്ളത്. സ്കെയിൽസ് ആർ ദെയർ ഇൻ ദെയർ ബോഡി. അവയുടെ ശരീരത്തിൽ ചിതമ്പലുകളുണ്ട്. നെയിൽസ് ഓൺ ഡിജിറ്റ്സ്. അവയുടെ വിരലുകളിൽ നെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ നഖങ്ങളുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് റെപ്റ്റൈൽ സ്നേക്ക് ഡസ് നോട്ട് ഹാവ് നെയിൽസ് ഓൺ ദെയർ ഡിജിറ്റ്സ്. അതായത് റെപ്റ്റൈലുകളിൽ സ്നേക്കിന് മാത്രം ഡിജിറ്റ്സ് അവയുടെ ശരീരത്തിൽ ഇതില്ല. എന്തില്ല എന്നാണ് പറയുന്നത്? നഖങ്ങളില്ല എന്നുള്ള കാര്യം പറയുന്നു. റെപ്റ്റീലിയ സ്നേക്സ് ഡസ് നോട്ട് ഹാവ് നെയിൽസ് ഓൺ ദെയർ ഡിജിറ്റ്സ്. ഓക്കെ, റെപ്റ്റൈൽസ് ഹാവ് ലങ്സ് ആസ് ദെയർ റെസ്പിററി ഓർഗൻസ്. റെപ്റ്റൈൽസിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശമാണ് അവയുടെ റെസിപ്റ്ററി ഓർഗൻ, ശ്വസനത്തിനുള്ള അവയവം. ദേ ബ്രീത്ത് എയർ ത്രൂ ദെയർ ലങ്സ്. അവയുടെ ലെൻസിലേക്കാണ് അവ എന്ത് ചെയ്യുന്നത്? എയറിനെ എടുക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് മെജോറിറ്റി ഓഫ് ദ റെപ്റ്റൈൽസ് ഹാവ് 3 ചേംബേർഡ് ഹാർട്ട്. അതായത് മിക്കവാറും എല്ലാ റെപ്റ്റൈൽസിനും 3 അറകളോട് കൂടിയ ഹൃദയമാണുള്ളത്. കൺസിസ്റ്റിംഗ് ഓഫ് 2 ആർട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ. അതായത് അവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആ 3 അറകളിൽ ഒരെണ്ണം വെൻട്രിക്കിളും അതായത് 1 വെൻട്രിക്കിൾ, ഒരു വെൻട്രിക്കിളും 2 ആർട്രിയ, 2 ആർട്രിയയുമാണുള്ളത്. അതായത് ഇതിലൊരു പ്രത്യേകത ഉള്ളത് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ളത് ക്രൊക്കഡൈൽസ് മാത്രമാണ്. ഓക്കെ, അടുത്തതായിട്ട് റെപ്റ്റൈൽസ് പ്രൊഡ്യൂസ് ത്രൂ സെക്സ്വൽ റീപ്രൊഡക്ഷൻ വിത്ത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അവ പ്രജനനം നടത്തുന്നത് അല്ലെങ്കിൽ അവ പ്രത്യുൽപാദനം നടത്തുന്നത് എങ്ങനെയാണ്? സെക്സ്വൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്. അതിന് ഇന്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ആംഫിഫിയസ് എന്ന് പറയുന്നതും റെപ്റ്റൈൽസ് എന്നുള്ള ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലെസൺ.